നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭൂചലനത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല മ്യാൻമറിന്. മ്യാൻമർ തായ്ലൻഡ് ഭൂചലനത്തിൽ മരണം ഇതിനോടകം തന്നെ 150 കടന്നു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. കനത്ത നാശനഷ്ടമുണ്ടായതിനു പിന്നാലെ മ്യാൻമർ സൈനിക മേധാവി അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മ്യാൻമറിൽ മാത്രം 144 പേർ മരിച്ചെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഭൂകമ്പത്തിൽ മ്യാൻമറിൽ നിരവധി കെട്ടിടങ്ങളും ആശുപത്രികളും തകർന്നു വീണു. മണ്ടാലി നഗരത്തിൽ ഒരു പള്ളി തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡലൈ പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിലാണ്. പട്ടാള ഭരണമുള്ള മ്യാൻമറിൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മ്യാൻമറിന്റെ തലസ്ഥാനമായ നായ്പിഡോ ഉൾപ്പെടെയുള്ള 6 പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് സ്ഥിതി സങ്കീർണമാണെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മ്യാൻമർ വിദേശകാര്യമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്നലെ അർദ്ധരാത്രിയിൽ മ്യാൻമറിൽ വീണ്ടും റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഇക്കാര്യം അറിയിച്ചത്. മ്യാൻമറിൽ ഇന്നലെ പ്രാദേശിക സമയം 12:50ഓടെയാണ് ആദ്യ ഭൂകമ്പമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 144 പേർ മ്യാൻമറിൽ മരിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 732 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന് പിന്നാലെ 6.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഉടൻ തന്നെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് അർദ്ധരാത്രിയോടെ 4.2 തീവ്രതയുള്ള അടുത്ത ഭൂചലനം ഉണ്ടായത്. ഭൂചലനം തകർത്ത മ്യാൻമറിന് സഹായവുമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. 15 ടൺ അവശ്യവസ്തുക്കളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം മ്യാൻമറിലെത്തി. മ്യാൻമറിന് സഹായമെത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്.